ഈ മോളുടെ സാരി ഉടുക്കുന്ന കുറെ വീഡിയോസ് വ്ളോഗറാണ്. അപ്പൊ അതൊന്നും എടുത്തു ഇതിലൂടെ നോക്കാം. ഫ്രണ്ട് അങ്ങനെ ഇന്ന് പോവാം നാളെ പോവാന്ന് പറഞ്ഞ് ഇരുന്നിരുന്ന് നമ്മൾ ഫൈനലി കല്യാണ സാരി എടുക്കാൻ പോയി. ശരിക്കും പറഞ്ഞ സാരി എടുത്തപ്പോഴാണ് ആ ഒരു വെഡിങ് വൈബൊക്കെ കിട്ടി തുടങ്ങിയത്. അതുവരെ നമ്മൾ നമ്മളുടേതായ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇങ്ങനെയൊക്കെ പോകുന്നു. ഞാൻ കൂടി ഇൻവോൾവ് ആയിട്ടുള്ള ആദ്യത്തെ വെഡിങ് പർച്ചേസ് എന്ന് പറയുന്നത് ഈ സാരി എടുക്കാൻ പോകുന്നതായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ എൻഗേജ്മെന്റ് സാരി നമ്മൾ 2 മാസം മുമ്പേ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നും ഉണ്ടായില്ല. കാരണം നമ്മുടെ ഫംഗ്ഷന് തൊട്ട് മുമ്പാണ് ബ്ലൗസ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കിട്ടിയത്. അല്ല അതുകൊണ്ടല്ല കല്യാണ സാരി എടുക്കാൻ ലേറ്റ് ആയത്. ഇപ്പൊ ഓരോരുത്തരും ഓരോ തിരക്കിലാണല്ലോ. അപ്പൊ എല്ലാവരുടെയും കൂടി സമയമൊക്കെ ഒന്ന് ഒത്തു വന്നപ്പോഴേക്കും കുറച്ചൊന്ന് വൈകിപ്പോയി. എൻഗേജ്മെന്റിന്റെ സാരി എടുത്തിട്ടുണ്ടായിരുന്നത് കല്യാണിന്നായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ കല്യാണത്തിനും കല്യാണിൽ നിന്ന് തന്നെ എടുക്കണം എന്നായിരുന്നു എന്റെ ഒരു ആഗ്രഹം. പക്ഷെ അതിന് മുമ്പായിട്ട് തന്നെ നമ്മുടെ റിലേറ്റീവ്സിന് വേണ്ടിയിട്ടുള്ള സാരിയും ഡ്രസ്സൊക്കെ നമ്മൾ ആർക്കേന്ന് എടുത്തു. അപ്പൊ പിന്നെ എന്റെ കല്യാണ സാരി അവിടെ നിന്ന് എടുക്കാന്ന് വെച്ചു. പിന്നെ എൻഗേജ്മെന്റ് പോലല്ലോ കല്യാണം. എൻഗേജ്മെന്റ് ഒറ്റൊരു സാരി മതിയായിരുന്നു. കല്യാണത്തിന് ഇപ്പൊ 4 സാരി വേണേ. നമ്മുടെ സൈഡിൽ നിന്ന് എടുക്കുന്ന സാരി, പിന്നെ 3 സാരി ചെറുക്കന്റെ സൈഡിൽ നിന്ന്. അതായത് കല്യാണത്തിന് പുടവ തരുന്നതും റിസപ്ഷനും ഞാൻ സാരി തന്നെയായിരുന്നു. അപ്പൊ ഇതൊക്കെ ഉണ്ടായതുകൊണ്ട് നമ്മുടെ സൈഡിൽ നിന്ന് കുറച്ച് പേരും ചെറുക്കന്റെ സൈഡിൽ നിന്ന് കുറച്ച് പേരും കൂടെ ഒരുമിച്ചായിരുന്നു നമ്മൾ സാരി എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു. ഇനി അവിടെ ചെന്നിട്ടുള്ള വിശേഷങ്ങളൊക്കെ കാണാമേ. വെഡിങ് പ്ലാനിങ് തുടങ്ങിയപ്പോൾ തൊട്ടിട്ട് ഫസ്റ്റ് സാരി സെക്കൻഡ് സാരിക്ക് ഏത് കളേഴ്സ് വേണമെന്ന് ആദ്യമേ എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇതിപ്പോൾ ഐഡിയ ഉള്ളതും പ്രശ്നമാണ്, ഇല്ലാത്തതും പ്രശ്നമാണ്. കാരണം നമ്മൾ ഭയങ്കര ഐഡിയ ഒക്കെ ആയിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിന് ഉദ്ദേശിച്ച സാധനം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു മനസമാധാനം ഉണ്ടാവില്ല. അത് റെഡല്ലേ? പിങ്കാണ്. ഇത് പിങ്കാണോ? അത് പക്ഷെ ലൈറ്റിൽ കാണുമ്പോൾ റെഡ് പോകുന്നുണ്ട്. എടുത്ത് കാണിച്ച സാരീസൊക്കെ റാണി പിങ്ക് കളർ വരുന്ന സാരീസൊക്കെ ആയിരുന്നേ. അതൊക്കെ ശരിക്കും ഉടുത്ത് നോക്കിയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു നന്നായിട്ട്. നമ്മളെ വീട്ടിലുള്ള എല്ലാവരും കാണിച്ചപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്തു. പക്ഷെ നമ്മൾ ആദ്യമേ ചാടിക്കയറി ആദ്യം ഉടുത്ത സാരി അങ്ങ് എടുത്തുകൊണ്ട് പോരുന്നത് ശരിയല്ലല്ലോ. നമ്മൾ കുറേ സാരീസൊക്കെ നോക്കി വീട്ടുകാരെ ഭ്രാന്തൊക്കെ പിടിപ്പിച്ച് നമുക്കും ഭ്രാന്തായി കഴിയുമ്പോഴേക്കും നമ്മൾ ഏതെങ്കിലും സാരി എടുത്തുകൊണ്ട് ഇങ്ങനെ വരും. അതാണല്ലോ വേണ്ടത്. ആക്ച്വലി ഞാൻ ആദ്യം എടുത്ത 2 പിങ്ക് സാരീസും എനിക്ക് ഇഷ്ടമായത് മാത്രമല്ല, ഞാനിങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചതിൽ പിങ്ക് സാരി ഉണ്ടായിരുന്നു. എനിക്ക് സെക്കൻഡ് സാരി പിങ്ക് ആയിരിക്കണം എന്ന് ഒരാഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഉദ്ദേശിച്ചത് ബേബി പിങ്ക് ആയിരുന്നു. അവർ കാണിച്ചത് റാണി പിങ്ക് സാരി ആയിരുന്നു. അപ്പം എനിക്ക് വേണ്ട കളർ അവിടെ ആക്ച്വലി കിട്ടിയില്ല. പിന്നെ പിങ്കിൽ ഒരു ഗോൾഡൻ ബോർഡർ വരുന്നൊരു സാരി ഉടുത്തായിരുന്നേ. അതാണെങ്കിൽ എല്ലാവരും പറഞ്ഞ് നല്ല ഭംഗിയുണ്ടെന്നേ. അതുപോലെ അവിടുത്തെ സ്റ്റാഫ്സ് ആണെന്നുണ്ടെങ്കിൽ കുറേ പറഞ്ഞു എനിക്ക് നന്നായിട്ട് ചേരുന്നുണ്ട്, ഇത്ര മാച്ചിങ് ആയിട്ടുള്ള സാരി വേറെ ഇല്ലയെന്ന് തന്നെ. പക്ഷേ അപ്പോഴും ഞാൻ ആഗ്രഹിച്ച ആ ഒരു പിങ്ക് കളർ, ആ ഒരു ലൈറ്റ് പിങ്ക് അതല്ലാത്തത് കൊണ്ട് ഞാൻ എൻ്റെ തിരച്ചിൽ പിന്നെ ആരംഭിച്ചു. ഞാൻ സാരി എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്തിട്ടുണ്ടായിരുന്ന ദേവുനെയായിരുന്നേ. കാരണം എൻഗേജ്മെന്റ് ടൈമിൽ സാരി എടുക്കാൻ പോയപ്പോൾ ദേവ് ഫുൾ ടൈം എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. എൻ്റെ ടേസ്റ്റ് ദേവിന് നന്നായിട്ട് അറിയാം. അല്ലെന്നുണ്ടെങ്കിൽ എനിക്കിപ്പോൾ മനസ്സിൽ എന്തെങ്കിലും ഐഡിയാസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ നന്നായിട്ട് ദേവിന് മനസ്സിലാവും, കുറേയൊക്കെ പറയാതെയും മനസ്സിലാവും. അപ്പം ഞാൻ ഈ സാരി ഷോപ്പിംഗ് ത്രൂട്ട് ഞാൻ ദേവിനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ കൂടെ ഇല്ലായിരുന്നെങ്കിലും ആ ഒരു ദിവസം ഫുള്ള് ദേവ് ഓൺലൈനിൽ ഉണ്ടായിരുന്നു. ഞാൻ എടുക്കുന്ന സാരിയിൽ അയച്ചു കൊടുക്കുമ്പോൾ ദേവുവിൻ്റെ ഒപ്പീനിയനും കൂടി ചോദിച്ചിട്ട് ഇഷ്ടമായോ ഇല്ലയോ എന്നൊക്കെ നോക്കിയിട്ട് മാത്രമായിരുന്നു നമ്മൾ സാരി എടുത്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെയായിരുന്നു പൊടിച്ചേച്ചിയും. പൊടിച്ചേച്ചി എൻ്റെ കുഞ്ഞമ്മയാണ്. പൊടിച്ചേച്ചിക്ക് കല്യാണത്തിന് നാട്ടിലേക്ക് വരാൻ പറ്റാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഏതൊരു ഷോപ്പിങ്ങിന് പോയാലും പൊടിച്ചേച്ചിയുടെ എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ചിട്ട് ആ ടൈം ഫുള്ള് നമ്മളോട് വീഡിയോ കോളിൽ ഉണ്ടാവും. ശരിക്കും പറഞ്ഞാൽ പൊടിച്ചേച്ചി ഞാൻ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. കല്യാണത്തിന് എല്ലാവരും ഉണ്ടെന്നുണ്ടെങ്കിൽ അടിപൊളി ആയേനെ. പക്ഷേ ഇപ്പം വരാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു ദിവസം ഞാൻ ഇവരെയൊക്കെ കുറേ മിസ് ചെയ്തു. അത്
കഴിഞ്ഞിട്ട് പീച്ചാണോ എന്നറിയില്ല, അതുപോലൊരു കളർ വരുന്നിട്ട് സാരി കൊടുത്തിട്ടുണ്ടായിരുന്നേ. രണ്ട് സാരി ഉണ്ടല്ലോ, രണ്ട് ഇഷ്ടമുള്ള കളർ എടുക്കാമല്ലോ, ഓപ്ഷൻ ഉണ്ട്. അല്ല വീട്ടിലെ സാരിയല്ലേ റെഡ് ഉദ്ദേശിക്കുന്നത്, അതല്ലേ ഫുള്ളാ വരുന്നത്. കൂടുതൽ സമയം അതായത് എന്റെ വീട്ടിൽ ഇറങ്ങുമ്പോഴും താലി കെട്ടുമ്പോഴും എല്ലാം അങ്ങനെയുള്ള സമയത്ത് മാത്രം സെറ്റ് സാരിയാവും. എടുക്കുന്നതേ ഉള്ളൂ, ഞാൻ ശരിക്കും സാരി കൊടുത്തിട്ട് ഇങ്ങനെ മിററിൽ നോക്കുമ്പോൾ എനിക്ക് കൊള്ളാലോ ഇങ്ങനെയായിരുന്നു തോന്നിക്കൊണ്ടിരുന്നത്. അല്ലാതെ ഇത് പോരാ അങ്ങനെയൊന്നും തോന്നിയില്ല. മറ്റേ എനിക്ക് ഏത് സാരി എടുത്താലും ഒടുക്കത്തെ ഭംഗിയാണ് എന്നൊക്കെ. അങ്ങനെ പിങ്ക് സെക്ഷൻ അങ്ങോട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ റെഡ് സെക്ഷനിലോട്ട് പോയി. അതിൽ ഓറഞ്ച് ഷെഡ്, മെറൂൺ റെഡ്, ചില്ലി റെഡ്, അങ്ങനെ ഒരു 100 റെഡ് ഷെയ്ഡ്സ്. നമ്മൾ ലിപ്സ്റ്റിക്കിലൊക്കെ പല ഷെയ്ഡ്സ് ഉണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെ ഈ ഒരു റെഡിൽ തന്നെ സാരി പല പല ഷെയ്ഡ്സ് ഉണ്ട് എന്ന് എനിക്ക് അന്നാണ് മനസ്സിലായത്. പക്ഷെ എനിക്ക് എല്ലാം കണ്ടിട്ട് ഒരുപോലെ തന്നെ തോന്നുമായിരുന്നു. എനിക്ക് പ്രത്യേകിച്ച് വ്യത്യാസം തോന്നുന്നുണ്ടായിരുന്നില്ല. അതെങ്ങനെയുണ്ട്? നമ്മൾ മുന്നേ വിട്ട് മാറി സാരിയാണ്, അതാണ് ഒന്നുകൂടി. നമ്മള് കേറി അങ്ങോട്ട് ചെന്നപ്പോഴേക്കും ഞാൻ മറ്റേ ജിൽ ജിൽ എന്ന് പറഞ്ഞ് ഫുള്ള് ചിരിച്ചോണ്ട് നിൽക്കുമായിരുന്നെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എന്റെ വിധം മാറി. പിന്നെ ചിരിയൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം സാരി എടുക്കുന്നു, ഉടുക്കുന്നു, റിപ്പീറ്റ്. ഒരു സാരി സെലക്ട് ചെയ്യുന്നില്ല. നമ്മൾ രാവിലെ പോയിട്ട് ഉച്ച കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഏതെങ്കിലും ഒരു സാരി എടുത്തിട്ട് വീട്ടിൽ വന്നാൽ മതി എന്നുള്ളൊരവസ്ഥയായിരുന്നു. രാവിലെ തൊട്ടേ ഈ സാരി കണ്ട് എനിക്ക് അവസാനം കളറൊന്നും കണ്ണിൽ പിടിക്കാതായി. നമ്മുടെ കൂടെ വന്നവരെല്ലാം നമ്മളെ ഇട്ടിട്ട് മുകളിൽ പോയി. പിന്നെ പച്ച, മഞ്ഞ, ഓറഞ്ച്, പേർപ്പിൾ അങ്ങനെ സകലമായ സാരികൾ നമ്മൾ എടുത്തു ഒക്കെ നോക്കി. ഫൈനൽ ഡിസിഷൻ അത് അമ്മൂമ്മയുടെ ആയിരിക്കും. കാരണം നമ്മളിപ്പോൾ അവിടുത്തെ ചേച്ചിമാർ എന്നെ സാരി ഉടുപ്പിക്കുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവും അമ്മയ്ക്ക് സാരി ഇഷ്ടമായോ ഇല്ലയോ എന്നൊക്കെ. കാരണം ഇപ്പം അവരെന്നെ സാരി ഉടുപ്പിച്ചുകൊണ്ട് നിൽക്കുമ്പം അമ്മൂമ്മയുടെ എക്സ്പ്രഷൻ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ
അമ്മയ്ക്ക് സാരി ഇഷ്ടമായി എന്നായിരിക്കും അർത്ഥം. ഇനി അമ്മയുടെ എക്സ്പ്രഷൻ ഇങ്ങനെ അമ്മ ഇങ്ങനെയൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനർത്ഥം അമ്മയ്ക്ക് സാരി ഇഷ്ടമായില്ലെന്നാണ്. അത് കുറച്ച് നേരം ഒന്ന് നിരീക്ഷിച്ചപ്പോൾ തന്നെ അവിടുത്തെ സ്റ്റാഫ് ചേച്ചിമാർക്ക് കാര്യം മനസ്സിലായി. പിന്നെ അവർ തന്നെ അങ്ങ് പറയാൻ തുടങ്ങി, ഈ സാരി അമ്മയ്ക്ക് ഇഷ്ടമായില്ലെന്ന് തോന്നുന്നു. കുറച്ച് കഴിഞ്ഞിട്ട് പറയും, ഈ സാരി അമ്മയ്ക്ക് ഇഷ്ടമായിന്ന് തോന്നുന്നു. അമ്മയുടെ മുഖം കണ്ടില്ലേ പ്രസാദിച്ചിരിക്കുന്നു. ഇഷ്ടപ്പെട്ടോ? അമ്മമ്മ ഒന്നും മിണ്ടുന്നില്ലായിരുന്നു കൊടുത്തപ്പോ. അമ്മമ്മക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അമ്മ കൊള്ളാന്ന് പറയും. അമ്മമ്മ ഒന്നും മിണ്ടിയില്ല ഇത് എടുത്തിട്ട്. എന്തോ ഒന്നും പറയുന്നില്ലല്ലോ. അല്ല അമ്മമ്മക്ക് എന്തോ തോന്നി എടുത്തിട്ട്? പിന്നെ സാരി എടുക്കുന്ന സമയത്ത് പച്ച സാരി പച്ച ബ്ലൗസ് വരുന്നതൊന്നും അമ്മ എടുക്കാൻ സമ്മതിക്കാറില്ല. അതിന് പ്രോപ്പർ റീസൺ ഒന്നും എനിക്കറിയത്തില്ല. പക്ഷെ എന്താ അമ്മ സമ്മതിക്കാറില്ല. അങ്ങനെ കലാപരിപാടികളെല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തിയപ്പോഴേക്കും 10 മണിയായിട്ടുണ്ടായിരുന്നു സമയം. അപ്പൊ എനിക്ക് ഏത് സാരിയാണ് കുറച്ചുകൂടി ചേരുന്നതെന്ന് നിങ്ങൾക്ക് തോന്നിയത്, പിന്നെ ഞാൻ ഏത് സാരി ആയിരിക്കും എടുത്തതെന്ന് എന്തെങ്കിലും ഒരു ഗസ് ഉണ്ടോ? അപ്പൊ അതൊക്കെ കമന്റ്സിൽ പറയണേ. നിങ്ങളുടെ കമന്റ്സ് കാണാനായിട്ട് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഇനിയും ഉണ്ട് കുറേ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ. അതൊക്കെ പുറകെ വരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓക്കെ, ബൈ. ഉടുത്തു നോക്കാം. ഇത് നമ്മൾ നേരത്തെ ഒരെണ്ണം എടുത്തില്ലേ ഉടുത്തു നോക്കാനായിട്ട്, അത് ഉടുത്തു നോക്കാം.